ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ലില്ലി ഓഫ് ഫ്ലവറാണ്. അപ്പം ഇത് ചെയ്യാൻ ഒരു പിങ്ക് കളർ പൈപ്പ് ക്ലീനർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പൈപ്പ് ക്ലീനർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 പൈപ്പ് ക്ലീനേഴ്സാണ് വേണ്ടത്. അതായത് 12 പൈപ്പ് ക്ലീനേഴ്സാണ് വേണ്ടത്. നമ്മൾ 6 പെറ്റൽസ് ചെയ്യുമ്പം നമുക്ക് 2 വീതമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് 12 എടുക്കാൻ പറഞ്ഞത്. ഇപ്പം ഒരു പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് ക്ലീനർ എടുക്കുക. അപ്പം ഒന്നാമത്തെ പൈപ്പ് ക്ലീനർ ഈ കാണുന്ന പോലെ മിഡിലൊന്ന് മടക്കിയതിന് ശേഷം ഒന്നും കൂടി അവിടെ നിന്ന് തന്നെ ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് മിഡിലിൽ മടക്കുക. അപ്പം നമുക്ക് കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഇതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ശരിയാവോ സക്സസ് ആവോ എന്നുള്ളത്. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാതെ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇങ്ങനെ ഷേപ്പാക്കണമായിരുന്നു, എനിക്ക് വിട്ടുപോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പം മറ്റേ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഇതിനൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എപ്പോഴും ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ വന്നത്. അപ്പം പൈപ്പ് ക്ലീനറാണല്ലോ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് ക്ലീനറിന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇളകിപ്പോരും. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് 2 ചുറ്റി പോയാൽ മതി. അവസാനം ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് ലോക്ക് എടുത്ത് കൊടുത്താൽ മതി. നമുക്ക് കാണാൻ ഇതേപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് തിരിക്കുക. ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടേക്കും ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടേക്കും ഒന്ന് തിരിക്കുക. നമുക്ക് കാണാൻ ഇതേപോലെ ഉണ്ടാവും. ഏകദേശം പൈപ്പ് ക്ലീനർ ചെയ്യുന്ന ഓരോ പെറ്റൽസും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നല്ല ടൈറ്റിൽ തന്നെ നമുക്കൊന്നിങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. പൈപ്പ് ക്ലീനറിൽ നല്ല വൃത്തിക്ക് തന്നെ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കണം. ഇതിൽ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ കുഴപ്പമില്ലാതെ നമ്മൾ വളയുന്നതനുസരിച്ച് നമ്മളതിനെ വളക്കുന്നതനുസരിച്ചിട്ട് വേഗം വളയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും എനിക്ക് പൈപ്പ് ക്ലീനറോട് ചെയ്യാൻ എന്തോ ഒരു മടിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൈപ്പ് ക്ലീനറിൻ്റെ വീഡിയോസ് അധികം എടുക്കാത്തത്. അപ്പം ജേർണലിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. എനിക്ക് ജേർണൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, പൈപ്പ് ക്ലീനറോട് ക്രാഫ്റ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ജേർണൽ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യം അത് വെട്ടി മുറിക്കുക. കുറേ എണ്ണം ഇങ്ങനെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു മടി വരും കേട്ടോ. ജേർണൽ എന്ന് പറയുന്നത് ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നല്ലേ പരിപാടിയല്ലേ. അപ്പം അത് ജേർണൽ ചെയ്യുമ്പോൾ എന്തോ ഒരു മടിയാണ്, ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാനല്ലോ ഒരു മടിയാണ്. അതാണ് പ്രത്യേകിച്ച് ഇപ്പോഴായിട്ടൊക്കെ കുറച്ച് മടി കൂടുന്നുണ്ട്. അപ്പം ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എന്തല്ലോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടും ഉണ്ട്. അപ്പം ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പം അതെനിക്ക് നല്ല വൃത്തിക്ക് സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കർച്ചീഫും എന്തെങ്കിലും ഡ്രസ്സൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യൂലേ, അതേപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എംബ്രോയ്ഡറി കുറച്ചും കൂടി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിങ്ക് പെറ്റൽസ് നമ്മൾ ഇതേപോലെ തന്നെ 6 ചെയ്തെടുത്തിട്ടുണ്ട്. 6 ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ കൂട്ടി വെക്കുക. പൈപ്പ് ക്ലീനറിൽ തന്നെ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചാൽ മതി. നമുക്ക് കാണാൻ അതേപോലെ ഇരിക്കും. അതിനുശേഷം നമ്മുടെ ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ നമ്മൾ 4 വേണം. ആ 4 ഒരെണ്ണം ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ 2 ഒരേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൈപ്പ് ക്ലീനറിൽ ലോക്കിട്ട പോലെ തന്നെ ഇവിടെയും മേലൊന്ന് ഇതേപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പം പൈപ്പ് ക്ലീനറിൽ ആ 6 ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ
പൈപ്പ് ക്ലീനറിൻ്റെ അടിയിലുള്ള ഒരു പോർഷനിൽ തന്നെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കാണാൻ നല്ല രസമുണ്ടാവും. അപ്പം നിങ്ങൾ പശ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഗമ്മ് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. സാധാരണ ഗ്ലൂ കൊണ്ടൊന്നും ഒട്ടിക്കാൻ പോകരുത്. നല്ലൊരു ഗ്ലൂ തന്നെ വേണം, ഗ്ലൂ ഗണ്ണോ അങ്ങനത്തെ കുറച്ച് തന്നെ വേണം. അപ്പം ഇതേപോലെ ഗ്രീൻ ലീവ്സും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോലെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ലോക്ക് ഇട്ടതിന് ശേഷം അപ്പുറത്തിപ്പുറത്തൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു നീളമില്ല അടിയിൽ നിന്ന് പൈപ്പ് ക്ലീനർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നമ്മൾ പിങ്ക് കളർ ചെയ്ത പോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാമെന്നേ ഉള്ളൂ. ഈ ലീഫിന് അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾക്ക് 2 ലീഫാണ് വേണ്ടത്. ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം അതും ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ലീഫല്ല സോറി, നമ്മൾ പെറ്റൽസ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഈ ഒരു ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കണം എന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് പശ ഉപയോഗിക്കാതാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമ്മളൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൈപ്പ് ക്ലീനറിൻ്റെ അടിയിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ വോയിസ് നേരെ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇവിടെ നല്ല പെരും മഴയാണ് ഗൈസ്. അപ്പോൾ ഒന്ന് സഹകരിക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മറ്റേതും കൂടിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റിൽ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിയിലോട്ട് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാൻ ഇതേപോലെ ഇരിക്കും. അപ്പം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ കുറച്ച് നീളമുള്ള പൈപ്പ് ക്ലീനർ എടുക്കുക. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കൊടുത്താൽ നമുക്ക് കാണാനത് ഇതേപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുക്കുക, കാണാൻ നമുക്ക് ഇതേപോലെ ഇരിക്കും. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു വുഡ് ആൻഡ് സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കുക. അതിലാണ് നമ്മൾ ഇങ്ങനെ തണ്ട് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പം ഇവിടെ നല്ല പെരുമഴയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ മഴയൊക്കെ പെയ്യുന്നത്. അങ്ങനെ മഴ പെയ്യാറില്ല ഇവിടെ കാസർഗോഡ്. അപ്പം ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നാളെ സ്കൂൾ അവധിയാണല്ലോ. അപ്പോഴും എനിക്ക് നല്ല കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, ക്വിസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പോയി പഠിക്കണം. ഇത് ചെയ്തിട്ട് വേണം പോയി പഠിക്കാൻ. അപ്പം ഇങ്ങനെയായിരിക്കും ഗൈസ് കാണാൻ. അപ്പം ലീഫ് ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ അതെ നമ്മുടെ ഫ്ലവറും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പൈപ്പ് ക്ലീനറിൽ ചെയ്തതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. പൈപ്പ് ക്ലീനറിൽ ഞാൻ വേറെന്തോ ഒരു നല്ലൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ അത് ഓർമ്മ കിട്ടുന്നില്ല, മറന്നുപോയി. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ എന്താ അവർ പോയി തപ്പേണ്ടി വരും. അപ്പം കമ്മിങ് ടു ഇതല്ല ഫ്ലവറ്. അപ്പം ഒരു ഇറുക്കിലെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബാമ്പു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇവിടെ ബാമ്പു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു ഇറുക്കിൽ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇറുക്കിൽ പോലെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഗ്രീൻ കളർ ടേപ്പോ എന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഗ്രീൻ കളർ ടേപ്പ് തന്നെ ഒട്ടിക്കണേ, അല്ലെങ്കിൽ കളർ പേപ്പറൊന്നും ഒട്ടിച്ചാൽ പറ്റൂല. കളർ പേപ്പർ ബാമ്പു സ്റ്റിക്കിൻ്റെ മേലെ ഒട്ടിക്കാം, പക്ഷേ കളർ പേപ്പറായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കാണാൻ ഇങ്ങനെ പോലെ ഇരിക്കും. എന്നിട്ട് ആ ലീഫും കൂടി ആ പൈപ്പ് ക്ലീനറിൽ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്താൽ നമുക്ക് കാണാൻ ഇതേപോലെ ഇരിക്കും കേട്ടോ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൻ്റെ പണി. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് കാണാതെ ഇതേപോലെ ഇരിക്കും. അപ്പം എനിക്ക് ഈ ഫ്ലവർ എന്തായാലും നല്ല വലുതായിട്ട് ഇഷ്ടപ്പെട്ടിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്ന് പറയാം. അപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ ഒരു സ്ഥലത്താണ് ഇരിക്കാറ്. അപ്പം ഈ ഒരു സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന പോലെയാണ്. നല്ലൊരു കോസി കോർണർ എന്നൊക്കെ ആണെങ്കിൽ പറയാം.
അപ്പം രാവിലെ എല്ലാം ഈ ഒരു 8:30 ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നാലുണ്ടല്ലോ നല്ല വെയിലൊക്കെ അടിക്കും. അപ്പം ജനലിൻ്റെ ആ ഒരു റിഫ്ലക്റ്റ് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. രാവിലെ തന്നെ എണീക്കുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്രോഷ്യ ടോളിൻ്റെ ഒരു ഡ്രസ്സാണിത്. അപ്പം എങ്ങനെയുണ്ട് ഒരു കുഞ്ഞിടുപ്പ്? ഞാൻ ക്രോഷ്യ കൊണ്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ ഇന്നലെ ഡോളിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.